നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഗായത്രി മേനൻ. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഹോട്ട് സീറ്റിൽ ഷാരിക്ക് റീസെൻ്റ്ലി സ്വാപ്പ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അയ്യോ നാണം കെട്ടോളെ, നിനക്ക് നാണമില്ല, നിനക്ക് നിർത്തിപ്പോയിക്കൂടെ, നിനക്ക് കത്തൂടെ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണുസുതിക്ക് ഒരുപാട് ഫാൻസ് കൂടി. അത് രേണുസുതി എന്നോട് നന്ദി പറയണ്ടേ? രേണുസുതി നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. വളരെ മറ്റപ്പുറത്തിരുന്ന് ചിലപ്പോൾ പുച്ഛിച്ചിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ലോക അഹങ്കാരികൾ. അവരെ എന്തൊരു അഹങ്കാരി, ചിരിക്കുക എന്നർത്ഥം നമ്മൾ വെറും പുല്ലുകൾ. അത് വളരെ മോശമാണ് ഡോക്ടർ, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആണെങ്കിൽ വേറെ എന്തൊക്കെയാ എന്നോട് ചോദിക്കും. പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഞാൻ പറയേണ്ടി വരും, തെങ്ങിന് ബലമില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും. പശുവോട് കഴിഞ്ഞാൽ തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും. എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഹോട്ട് സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണ് നോൺ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയുള്ള ഒരു ഡിസ്കഷനിലേക്കേ അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഏത് ഇൻ്റർവ്യൂവിലും, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ മാത്രമല്ല ഏത് ഇൻ്റർവ്യൂവിൽ വിളിച്ചിട്ടാണെങ്കിലും ഞാൻ അവിടെ പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ളത് എപ്പോഴും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കണ്ണിലൂടെ ഏത് വിഷയത്തിനെയും എങ്ങനെ കാണാം എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ക്ലിനിക്കിലിരിക്കണം, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ഓൾ ദി അപ്രീസിയേഷൻ കോമൻറ്റ്സ് ബൈ ദ വേ, ബട്ട് അതല്ലാതെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ക്ലിനിക്കിലിരിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ലൈക്ക് ഐ സെഡ്, ഞാനൊരു മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് ആണ്. ഒരു മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു അങ്ങനെ ഒരു കാര്യമില്ല. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രോൾസ് വന്നിട്ടുണ്ട്, അത് ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഷാരിക എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഷോ അല്ലെന്ന് എനിക്കറിയാം, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഷാരിക കരയാൻ വേണ്ടി മാത്രം എന്താ സംസാരിച്ചത്? അയ്യേ ആര് കരഞ്ഞു? അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ പോലും അത് വിളിക്കും. ഞാൻ ക്യാമറ ഒരു കാലത്ത് കരയാൻ പോകുന്നു. ഹോട്ട് സീറ്റ് അന്തസ്സായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു വേർഡ് യൂസ് എങ്ങനെ താങ്കൾക്ക് ധൈര്യം വരുന്നത്? അന്തസ്സിന്റെ അർത്ഥം കറക്റ്റുള്ള അർത്ഥം എന്താണെന്ന് ഡോക്ടർക്ക് അറിയാം. സുധിച്ചേട്ടൻ നിങ്ങളിപ്പോൾ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോ എന്നൊക്കെ ഇരിക്കുന്നത്. ഡു യു റിയലി തിങ്ക് ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ടു ആസ്ക് സംവൺ? ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നൈസ് ആണോ അല്ലെങ്കിൽ നൈസ് അല്ലയോ എന്നുള്ളത് രേണുസുതിയാണ് അപ്പൊ പറയുന്നത്. പക്ഷേ ഷീ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. ഷീ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. അതിപ്പോ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എന്താ പറയുക, മഞ്ജു വാര്യർ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ തഗ്ഗാണ്, ഞാനത് എൻജോയ് ചെയ്യുന്ന പറയണ പോലെ എൻ്റെ ആദ്യത്തെ ട്രോൾ എക്സ്പീരിയൻസ് ഒക്കെയാണ്. സോ ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു എൻജോയ്. എന്താ ചിരിക്കുന്നത് ഞാൻ ചിരിച്ചേ സംസാരിക്കാറുള്ളൂ. എനിക്ക് നിസ്സാര തമാശകൾ കേട്ടാൽ പോലും ഞാൻ ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ വേറൊരു സീരീസും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഇരുന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഡിബേറ്റ് ചെയ്താലുള്ള ഒരു അനുഭവം നമുക്കറിയാലോ. അതിൽ ജയവും തോൽവിയില്ല. ഈ പ്രോഗ്രാമിന് ആരും ഒരു ജയവും തോൽവി, അതായത് ഷാരികയെ കുറെ തെറി വിളിക്കുന്നു, എന്നെ കുറെ തെറി വിളിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്താണ്. ഇറ്റ്സ് എ ഫൺ തിങ്, ഇറ്റ്സ് എ ഫൺ ആക്ടിവിറ്റി ആൻഡ് ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് ഐ എം ഷുവർ ഷാരിക ഓൾസോ എൻജോയ് ചെയ്തു എന്ന് എനിക്ക് 100% ഉറപ്പാണ്. Anyway, we shook hands like friendly people and we spoke to each other like two different professionals. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്യാനുണ്ട്. ഷീസ് ജസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രി എന്ന് വിളിക്കേണ്ടതെന്നുള്ളത്. ആദ്യം ആ ഒരു കാര്യത്തിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ തരാൻ കൂടിയാണ് വിളിച്ചത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ദേ കം അണ്ടർ ദ ബോഡി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫിൽ RC രജിസ്ട്രേഷനുള്ള എംഫിൽ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ RC രജിസ്ട്രേഷൻ ഉണ്ട്. അത് എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് CRE കോൺഫറൻസുകൾക്ക് പോയിട്ട് ഞങ്ങൾ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ എൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും എല്ലാ വീഡിയോസിലും എൻ്റെ ഇൻസ്റ്റയിലെ പേജിലാണെങ്കിലും യൂട്യൂബിൽ ഞാൻ എപ്പോഴും പറയുന്നത് BSc MSc MPhil PhD എന്നാണ്. ഞാൻ പ്രിസ്ക്രിപ്ഷൻ റൈറ്റ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഐ എം എ സൈക്കോതെറപ്പിസ്റ്റ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി അതുപോലെയുള്ള തെറപ്പികൾ ചെയ്യാനാണ്. തെറപ്പി ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയും SSRIസും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ടീം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ദ ഫൗണ്ടർ ഓഫ് ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. കാരണം ഇത് ഡോക്ടർ എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നവർക്കും കൂടെ ഉള്ളൊരു മറുപടിയായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കണ്ടൻസിന് വേണ്ടിയിട്ടും അതുപോലെ സോഷ്യൽ സിനാരിയോസിലുള്ള മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ്സിന് വേണ്ടിയിട്ടും യു ക്യാൻ ഓൾ ഫോളോ ദിസ് ചാനൽ. ആൻഡ് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇനി ആ ചാനലിൽ വരുന്ന സീരീസിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ട് സീറ്റിൻ്റെ ആങ്കർ ആവുന്നതും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് ഷാരികയെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്നത്. സ്ക്രിപ്റ്റഡ് ആണെങ്കിലും നോൺ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ നമുക്കെതിരെ ഇങ്ങനെ പൊടു എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുമ്പോൾ സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ. പക്ഷെ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ഡോക്ടർ ഗായത്രി മേനൻ. അഗൈൻ BSc MSc MPhil PhD. Bye.